everyone, welcome to my channel. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട്. റിയലി സോറി. ഇനിയുള്ള ദിവസമെങ്കിലും കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നടക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ എനിക്ക് 3 കമൻറ്റ് വന്നിരുന്നു ഒരേ സെയിം വീഡിയോയ്ക്ക് തന്നെ. അതായത് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഐ തിങ്ക് 1 month ഓർ കൂടുതലായെന്ന് തോന്നുന്നു. 1 month ആയെന്ന് തോന്നുന്നു. ഓക്കെ, ആൻഡ് ദ വീഡിയോ ഈസ് അബൌട്ട്, എന്നോട് കുറേ പേര് ആ സമയത്ത് എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നു, ലൈക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്യാൻ മലയാളമാണോ നല്ലത് ഹിന്ദി ആണോ നല്ലത് എന്ന് ചോദിച്ച് കുറേ കമൻറ്റ് വന്നുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, വിച്ച് സെക്കൻഡ് ലാംഗ്വേജ് ഈസ് ബെസ്റ്റ്, ഹിന്ദി ഓർ മലയാളം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇന്ന് വന്ന കമൻറ്റാണ്, അതായത് മാതൃഭാഷയെ തള്ളിപ്പറയുന്നു, മാതൃഭാഷയെ തള്ളിപ്പറയുന്നു, ഇങ്ങനെയുള്ള ചാനലുകൾക്കെതിരെ നടപടിയെടുക്കാൻ സമയമായെന്നും, പിന്നെ മലയാളത്തിനെ തള്ളിപ്പറയുന്നു. ഞാൻ കമൻറ്റ് കൊടുത്തിരിക്കാം, ഇവിടെ സൈഡിൽ ഞാൻ കൊടുക്കാം. ഓക്കെ, അങ്ങനെ പറഞ്ഞ 2-3 കമൻറ്റ് കണ്ടു. ആക്ച്വലി 2 കമൻറ്റ് സെയിം അക്കൗണ്ടിൽ നിന്നും 1 കമൻറ്റ് വേറെ അക്കൗണ്ടിൽ നിന്നുമാണ്. ആക്ച്വലി ഞാൻ ആ വീഡിയോ എടുത്ത് കണ്ടു, ലൈക്ക് ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ അതിനകത്ത് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ വീഡിയോ എടുത്ത് നോക്കി. ആൻഡ് ദ തിങ് ഈസ് ദാറ്റ് ഞാൻ ആ വീഡിയോയിൽ ഒരു 4 or 5 times ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതായത് ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ് എന്ന് ഞാൻ പറയുന്നുണ്ട്. ആൻഡ് ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നില്ല മലയാളം എടുക്കുന്നവർ മോശക്കാരാണ്, മലയാളം എടുക്കരുത്, മലയാളം ഒരു ചീത്ത ലാംഗ്വേജ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, അതായത് ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു. ആൻഡ് ഞാനൊരു ഹിന്ദി സ്റ്റുഡൻ്റാണ്, ഞാനൊരു ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ അതിൽ പറയുന്നുണ്ട്, എൻ്റെ ഒപ്പീനിയനിൽ ഹിന്ദി കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, കാരണം പരീക്ഷ സമയങ്ങളിൽ നമുക്ക് കുറച്ച് എഴുതിയാൽ തന്നെ നല്ല മാർക്ക് കിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ മലയാളം എടുക്കുന്നത് തെറ്റാണെന്നോ ഹിന്ദി എടുക്കാനും ഞാൻ പറയുന്നില്ല, ഹിന്ദി തന്നെ എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഹിന്ദി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് SSLC ലെവൽ ഒരു ബേസിക് ഹിന്ദി അറിഞ്ഞിരിക്കണം. ആൻഡ് മലയാളമാണെങ്കിലും ആ ഒരു ബേസിക് അറിഞ്ഞിരിക്കണം. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു സബ്ജക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ലാസ്റ്റിലും ഞാൻ പറയുന്നുണ്ട്, ഇതിന് രണ്ടും ഒരുപോലെ അറിയാമെങ്കിൽ കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് കുറയുന്നത് ഹിന്ദി ആയിരിക്കും എന്ന് ഞാൻ പറയുന്നുണ്ട്. അല്ലാതെ മലയാളത്തിനെ അവിടെ തള്ളിപ്പറയുകയോ മലയാളത്തിനെ മലയാളം എടുക്കുന്നവർ കുറ്റക്കാരാണെന്നോ ബുദ്ധിയില്ലാത്തവരാണെന്നോ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. ബട്ട് ആ കമൻറ്റുകളുടെ ഇതെന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ്, ഞാൻ മാതൃഭാഷയെ തള്ളിപ്പറയുന്നു, ആൻഡ് മണ്ടത്തരം പറയുന്നു, ലൈക്കിനും കമൻറ്റിനും വേണ്ടി ഞാൻ വെറുതെ ഹിന്ദി എന്നുള്ള ലാംഗ്വേജിനെ പൊക്കി പറയുന്നു എന്നൊക്കെ രീതിയിലുള്ളതാണ് കമൻറ്റ് വന്നത്. ആൻഡ് എനിക്ക് പറയാനുള്ളത്, ഞാൻ അങ്ങനെ ഒന്നുമേ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം, ഞാൻ അതിലെന്തെങ്കിലും തെറ്റായിട്ട് പറയുന്നുണ്ടോ എന്ന് എനിക്ക് കയറി നോക്കാം. അപ്പം ആ ഒരു കമൻറ്റ് കണ്ട സമയത്ത് എൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് ഞാൻ വന്ന് സോറി പറഞ്ഞേനെ, സോറി എൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷേ ഇത് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഞാനതിലൊന്നുമേ പറയുന്നില്ല, ഞാൻ എൻ്റെ ഒപ്പീനിയൻ ആണെന്ന് തന്നെ ഒരു പ്രാവശ്യം വീഡിയോ തുടങ്ങുമ്പോഴും പറയുന്നുണ്ട്, വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിന്നെയും പറയുന്നുണ്ട് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, ഞാൻ വീഡിയോ ഇടുന്നത് എൻ്റെ ഒപ്പീനിയനാണ്. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പഠിച്ചുകൊണ്ട് ഞാൻ ഹിന്ദി കുറച്ചും കൂടി ഈസിയാണെന്ന് പറയുന്നു. എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. അല്ലാതെ മലയാളത്തിന് കുറ്റം പറഞ്ഞ് ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പം വീഡിയോ ആരാണ് കമൻറ്റ് ഇട്ടേ, വീഡിയോ കാണുകയാണെങ്കിൽ ഒന്നും കൂടെ ആ വീഡിയോ പോയി ഒന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഞാൻ അതിലൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്കാണെങ്കിൽ ആ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കണം എന്ന് തോന്നി, ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ മലയാളത്തിനെ താഴ്ത്തി പറയുകയോ ഹിന്ദിയെ പൊക്കി പറയുകയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കതിന് റിപ്ലൈ തരണം എന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഉള്ള വീഡിയോസ് നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് ചെയ്യുക. ആൻഡ് ഇനിയും ഉള്ള ദിവസങ്ങളിൽ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.